നമസ്കാരം. ആയുർ ജ്യോതിഷിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മീനക്കൂറുകാരായ പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1202 ആണ്ടിൽ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെ ഉണ്ടാകാവുന്ന പ്രധാന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിലാദ്യമായി ചിങ്ങമാസത്തിലെ ഫലങ്ങൾ. ചിങ്ങമാസം മീനക്കൂറുകാർക്ക് നിലവിലെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും. ശനിയുടെ ജന്മത്തിലൂടെയുള്ള സഞ്ചാരം കാരണം സ്വന്തം ആരോഗ്യവും ജീവിത രീതിയും ജോലിയിലെ ഉത്തരവാദിത്വങ്ങളും കൂടുതൽ ഗൗരവത്തോടെ നിറവേറ്റേണ്ടതായി വരും. ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും അതിലൂടെ ഭാവിയിൽ നേട്ടമുണ്ടാക്കാനുള്ള വഴി തെളിഞ്ഞു വരും. അതല്ലെങ്കിൽ തൻ്റെ ജോലിയിലെ പെർഫോമൻസ് ഭാവിയിലെ പ്രമോഷനെ ഗുണകരമായി സ്വാധീനിക്കും. വ്യാഴത്തിൻ്റെ 5ാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം വിദ്യാഭ്യാസം, മക്കൾ, അറിവ്, ബുദ്ധിശക്തി, ആത്മീയത തുടങ്ങിയ മേഖലകളിൽ ഉയർച്ച നൽകും. എന്നാൽ ചിങ്ങമാസത്തിൽ സാമ്പത്തികമായി വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നല്ല ആലോചന ആവശ്യമാണ്. കുടുംബത്തിൽ മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുന്നത് ഗുണകരമാകും. കന്നിമാസത്തിൽ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം മീനക്കൂറുകാർ കൊടുക്കും. 10ാം ഭാവാധിപനായ വ്യാഴം 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സ്വന്തം കഴിവും അറിവും ഉപയോഗിച്ച് തൊഴിൽ രംഗത്ത് മുന്നേറാൻ അവസരം ലഭിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. നിലവിലുള്ള ജോലിയിൽ സ്ഥാനമാറ്റം, പുതിയ ഉത്തരവാദിത്വം, മേലധികാരികളുടെ ശ്രദ്ധ, പുതിയ പദ്ധതികളിൽ പങ്കാളിത്തം എന്നിവ കടന്നുവരും. കന്നിമാസത്തിൽ വീടിനാവശ്യമായ ഉപകരണങ്ങൾ, രത്നങ്ങൾ, ഈ വക സാധനങ്ങളെ കൊണ്ട് സുഖാനുഭൂതി ഉണ്ടാകും. ധനലാഭം, ധാർമ്മികങ്ങളായ കാര്യങ്ങൾക്ക് സാധ്യവും സൗഖ്യവും ഉണ്ടാകും. എന്നാൽ അനാരോഗ്യം, യാത്രാക്ലേശം ഇവയെ കരുതിയിരിക്കണം. ശത്രുഭയത്തിനും സാധ്യതയുണ്ട്. എന്നാൽ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കാൻ ഇടയാകും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യും. തുലാം മാസത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമായിരിക്കും. വരുമാനത്തോടൊപ്പം ചെലവുകളും ഉണ്ടാകാം. ശനി ജന്മത്തിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തിക സുരക്ഷയ്ക്കായി പദ്ധതികൾ തയ്യാറാക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് വലിയ ലാഭം പ്രതീക്ഷിച്ച് റിസ്ക്കുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണം. തുലാമാസത്തിൽ ജ്വരവും ഉചിതമല്ലാത്ത ചിന്തകളും പുത്രദുഃഖവും സ്വസ്ഥത നഷ്ടപ്പെടുത്താൻ ഇടയായേക്കാം. അപകടം, ശരീരാഘാതം എന്നിവ വരാതെ സൂക്ഷിക്കണം. തൊഴിൽ രംഗത്ത് സ്വന്തം കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കും. ആത്മീയ വിഷയങ്ങളോടും ജ്യോതിഷത്തോടും മന്ത്രവിദ്യയോടും താല്പര്യമുള്ളവർക്ക് കൂടുതൽ ആഴത്തിലുള്ള പഠനം നടത്താനായി ശ്രമം നടത്തും. വൃശ്ചിക മാസത്തിൽ ആരോഗ്യവും ജോലിയും തമ്മിൽ നല്ലൊരു സമതുലിതാവസ്ഥ നിലനിർത്തേണ്ടി വരും. ശനിയുടെ സ്വാധീനം കാരണം അമിതമായ ജോലി ഏറ്റെടുക്കുന്നതിലൂടെ ക്ഷീണം അനുഭവപ്പെടാം. വിശ്രമത്തിനും ഉറക്കത്തിനും പ്രാധാന്യം നൽകണം. വൃശ്ചിക മാസത്തിൽ കാര്യജയം, പുത്രസുഖം, വസ്ത്രലാഭം, ധനപുഷ്ടി, മനസുഖം, സാമർഥ്യം ഇവ ഉണ്ടാകും. കുടുംബത്തിൽ ബന്ധുസംഗമം ഉണ്ടാകും. ശത്രുക്കളുമായുള്ള പിണക്കത്തിന് നിവൃത്തിയുണ്ടാകും. രോഗശമനവും ഐശ്വര്യവും കൈവരിക്കും. രാഹുവിൻ്റെ 12ാം ഭാവസ്ഥിതി കാരണം വിദേശ ബന്ധമുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. വിദേശയാത്ര, വിദേശ ജോലി, വിദേശത്ത് താമസിക്കുന്ന ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നീ കാര്യങ്ങളിൽ ഇവർക്ക് അനുകൂല സ്ഥിതിയുണ്ടാകും. ചിലർക്ക് ചെലവേറിയ യാത്രകൾ നടത്തേണ്ടി വരാം. ധനുമാസത്തിൽ കാര്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ധനുമാസത്തിൽ സ്വാതന്ത്ര്യഹാനിയും അത്യധ്വാനം കൊണ്ടുള്ള ക്ലേശങ്ങളും അനുഭവിക്കാൻ ഇടവരും. ധനപ്രാപ്തിയും സുഖവൃദ്ധിയും ദുഃഖസമാപ്തിയും ഉണ്ടാകും. ഉത്തമ ഭോജനം, സ്ത്രീപുത്ര സുഖം,
ധനപ്രാപ്തി എന്നിവ ഉണ്ടാകും. ഗൃഹനിർമ്മാണം ധനുമാസത്തിൽ ആരംഭിക്കാനും ഇടയാകും. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ കടന്നു വരാം. സ്വന്തം കഴിവുപയോഗിച്ച് കൂടുതൽ വരുമാനം നേടാനുള്ള ശ്രമം ഇവർ നടത്തും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയത്ത് എഴുതുന്ന പരീക്ഷയിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സമാധാനപരമായി സംസാരിച്ച് പരിഹരിക്കുന്നതാണ് ധനുമാസത്തിൽ നല്ലത്. മകരമാസം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട മാസമാണ്. ഈ സമയത്താണ് രാഹുവിൻ്റെ രാശിമാറ്റം നടക്കുന്നത്. രാഹു 11ാം ഭാവത്തിലേക്ക് എത്തുന്നതോടെ സാമ്പത്തിക നേട്ടത്തിനും പുതിയ ബന്ധങ്ങൾക്കും പുതിയ അവസരങ്ങൾക്കും സാധ്യത വർദ്ധിക്കും. മകരമാസത്തിൽ ഉത്തമ വസ്ത്രാദിലാഭം, ആഗ്രഹിച്ച പദാർത്ഥങ്ങളുടെ ലഭ്യത, സ്വസ്ഥത എന്നിവ കൈവരും. കുടുംബത്തിൽ സൗഖ്യം, സുഖം എന്നിവ ലഭിക്കും. ധന, അന്ന, വസ്ത്രലാഭം, ഉത്തമ ഗ്രന്ഥ പാരായണം എന്നിവയും ഉണ്ടാകും. മാത്രമല്ല തൊഴിൽ രംഗത്ത് പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാനും സാധിക്കും. സോഷ്യൽ മീഡിയ, ഓൺലൈൻ പ്രവർത്തനങ്ങൾ, വിദേശ ബന്ധങ്ങൾ എന്നിവയിലൂടെ നേട്ടം ലഭിക്കും. എന്നാൽ പുതിയ സുഹൃത്തുക്കളെയോ ബിസിനസ് പങ്കാളികളെയോ പൂർണ്ണമായി വിശ്വസിക്കുന്നതിന് മുൻപ് അവരുടെ വിശ്വാസ്യത പരിശോധിക്കുന്നത് നല്ലതാണ്. കുംഭമാസത്തിൽ രാഹുവിൻ്റെ 11ാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം നൽകുന്ന നേട്ടങ്ങൾ കൂടുതൽ അനുഭവവേദ്യമാകും. വരുമാനത്തിൽ വർധനവുണ്ടാകും. ഏറെ നാളായി കാത്തിരുന്ന സാമ്പത്തിക നേട്ടം ലഭിക്കാം. പുതിയ ജോലി, അധിക വരുമാനം, ബിസിനസ് വിപുലീകരണം, പുതിയ ഉപഭോക്താക്കൾ, പുതിയ ബന്ധങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ അതോടൊപ്പം കേതുവിൻ്റെ 5ാം ഭാവസ്ഥിതി കുട്ടികൾ, നിക്ഷേപങ്ങൾ, പ്രണയബന്ധങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. കുംഭമാസത്തിൽ വൃഥാസഞ്ചാരം, മാനസിക അസ്വാസ്ഥ്യം, ചെലവ് വർധനവ്, ഭക്ഷണത്തിൽ അരുചി, കാര്യഹാനി എന്നിവയ്ക്കും സാധ്യത കാണുന്നു. മീനമാസം മീനക്കൂറുകാർക്ക് വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമായിരിക്കും. സ്വന്തം രാശിയുടെയും ജന്മഭാവത്തിൻ്റെയും അധിപനായ വ്യാഴത്തിൻ്റെ സ്വാധീനം ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ പ്രതിഫലിക്കും. മുടങ്ങിപ്പോയ പഴയ പദ്ധതികൾ വീണ്ടും സജീവമാകും. വിദ്യാഭ്യാസം, ജോലി, ബിസിനസ്, കുടുംബം, മക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നേറ്റം കാണാവുന്നതാണ്. ആത്മീയമായി കൂടുതൽ വളരാനുള്ള അവസരവും ലഭിക്കും. ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തത വരാൻ തുടങ്ങും. എന്നാൽ മീനമാസത്തിൽ ആലസ്യം, ഉന്മേഷക്കുറവ്, രോഗം എന്നിവയ്ക്ക് സാധ്യത. എന്നാൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ധനലാഭം സിദ്ധിക്കും. കുട്ടികൾക്ക് അനാരോഗ്യം, ശത്രുഭയം എന്നിവയെ കരുതിയിരിക്കണം. മേടമാസത്തിൽ തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും മാറ്റങ്ങൾ കടന്നുവരും. എന്നാൽ മുൻപ് ചെയ്ത പരിശ്രമത്തിന്റെ ഫലം ലഭിക്കുന്നത് കാണാനും സാധിക്കും. ശനിയുടെ ജന്മത്തിലൂടെയുള്ള സഞ്ചാരം കാരണം കാര്യങ്ങൾ വൈകിയാലും സ്ഥിരമായ നേട്ടം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ ജോലി അന്വേഷിക്കുന്നവർ ശ്രമം തുടരേണ്ടതാണ്. വിദേശത്തു നിന്നുള്ള അവസരങ്ങൾ കടന്നുവരും. എന്നാൽ ആരോഗ്യപരമായി ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് നല്ലതല്ല. കണ്ണിന് അസുഖം മൂലമുള്ള ക്ലേശങ്ങൾ, വിഫല പരിശ്രമം, മാനസിക വ്രത എന്നിവയ്ക്ക് സാധ്യത. വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിടും. ആത്മനിയന്ത്രണം പാലിക്കണം. വസ്ത്രാഭരണങ്ങൾക്ക് കൂടുതൽ പണം ചിലവിടുകയും ചെയ്യും. ഇടവമാസത്തിൽ വ്യാഴത്തിൻ്റെ 5ാം ഭാവസ്ഥിതി നിമിത്തം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും. ഭാഗ്യം വർദ്ധിക്കും. ധനലാഭം ഉണ്ടാകും. സന്തോഷപ്രദമായ കുടുംബജീവിതം, ധനാഗമം എന്നിവ സിദ്ധിക്കും. കൃഷി ലാഭകരമാകും. കുടുംബത്തിൽ സന്തോഷം കളിയാടും. ആദരവ് ലഭിക്കും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷമുണ്ടാകും. പഠനരംഗത്ത് പുരോഗതി കൈവരും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച വിജയമുണ്ടാകും. അധ്യാപനം, പരിശീലനം, ഉപദേശം, നിയമം, ധനകാര്യം, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം പുതിയ അവസരങ്ങൾ തേടിയെത്തും. സ്വന്തം അറിവ് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിലൂടെ അംഗീകാരങ്ങൾ തേടിയെത്താനും സാധ്യതയുണ്ട്. മിഥുനമാസത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്.
വരുമാനമുണ്ടെങ്കിലും ചെലവുകൾ നിയന്ത്രിക്കേണ്ടി വരും. കുടുംബ ആവശ്യങ്ങൾക്കായി പണം ചെലവാകാം. വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ സാമ്പത്തിക ബാധ്യത വന്നു എന്നുവരും. വിദേശ ബന്ധമുള്ളവർക്ക് യാത്രയോ രേഖാപരമായ കാര്യങ്ങളോ ഉണ്ടാകാം. ആത്മീയ പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകുന്ന സമയവുമാണ്. മിഥുനമാസത്തിൽ പുരോഗതിക്ക് താമസവും തടസ്സവും ഉണ്ടാകും. കുടുംബജീവിതത്തിൽ സന്തോഷക്കുറവ് അനുഭവപ്പെടും. വാക്കുതർക്കം, വിഷാദം, നിദ്രാഭംഗം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. കർക്കിടക മാസത്തോടെ കൊല്ലവർഷം 1202 അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മീനക്കൂറുകാർക്ക് കഴിഞ്ഞൊരു വർഷത്തെ അനുഭവങ്ങൾ വിലയിരുത്തി അടുത്ത ഘട്ടത്തിനായി തയ്യാറെടുക്കാനുള്ള അവസരം ലഭിക്കും. കർക്കിടക മാസത്തിൽ ഉത്കണ്ഠ, വ്യാകുലത, മനസ്താപം എന്നിവ ഉണ്ടാകും. എന്നാൽ കാര്യവിജയം സിദ്ധിക്കും. സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം. വാസസ്ഥലം മോടി പിടിപ്പിക്കും. യാത്ര സന്തോഷപ്രദമാകും. ബന്ധുജനങ്ങളുടെ സഹായം ഉണ്ടാകും. ജൂൺ 26 വരെ വ്യാഴം 5ാം ഭാവമായ കർക്കിടകത്തിൽ തുടരുന്നതിനാൽ അറിവ്, മക്കൾ, വിദ്യാഭ്യാസം, സാമ്പത്തിക ആസൂത്രണം, ആത്മീയത, സർഗാത്മകത എന്നിവയിൽ ഉയർച്ചയുണ്ടാകും. ഏറെ നാളായി മനസ്സിലുണ്ടായിരുന്ന ചില പദ്ധതികൾക്ക് രൂപം നൽകാൻ സാധിക്കും. ജീവിതത്തിൽ കൂടുതൽ ആത്മവിശ്വാസവും പ്രതീക്ഷയും ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കുകയും ആരോഗ്യത്തെ ശ്രദ്ധിക്കുകയും അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും അറിവിനും ആത്മീയതയ്ക്കും പ്രാധാന്യം നൽകുകയും ചെയ്താൽ കൊല്ലവർഷം 1202 മീനക്കൂറുകാർക്ക് അനുഭവ സമ്പത്തും സ്ഥിരതയും മുന്നേറ്റവും നൽകുന്ന ഒരു പ്രധാന വർഷമായി മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.